Hello, welcome back to my channel, Judith Harris. സോ ഇപ്പോൾ സമയം 10 മണി. പക്ഷെ എനിക്ക് തോന്നുന്നു മഴക്കാലമായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് സമയം കാണിക്കുന്നില്ല. എനിക്ക് ഉച്ചത്തെ ഷിഫ്റ്റാണ്. ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴും ഒരു ജോലിക്ക് പോകുന്നെന്ന് പറയുമ്പോഴും എനിക്ക് കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് നഴ്സിംഗ് പഠനം നിർത്തിയെന്നുള്ളത്. ഇല്ല, ബട്ട് എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമില്ല. 10 ഈ ക്ലോക്ക് വെച്ചിട്ട് ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കണം, പല്ല് കഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ബെസ്റ്റ് ഹാബിറ്റ് ഐ ഹാവ് ചൂസ് ഇൻ ദ മോർണിംഗ് ആണ് ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റിൽ ഞാൻ പല്ലിച്ചെല്ലാം മോൻ കഴിയിട്ടുള്ളതൊന്നുമല്ല. ഹെയർ ബ്രഷ് ചെയ്യുന്നത്, ഐ ജസ്റ്റ് ലവ് ബ്രഷിങ് ഹെയർ ലൈക്ക് ദിസ്. കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ബ്രഷിൽ, ഒരു ഡീടാങ്കിൾ ബ്രഷിൽ വേണം നിങ്ങളിത് ചെയ്യാൻ, അല്ലെങ്കിൽ വിവരം അറിയും. എന്താണെന്നറിയില്ല, എൻ്റെ മുഖം ഈ ലൈറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ലൈക്ക് കോമൺലി ഇതിങ്ങനെ ഇരിക്കാറില്ല. ദിസ് ബ്രഷ് ഡീടാങ്കിൾ യുവർ ഹോൾ ഹെയർ. ഇങ്ങനെ എടുക്കാം, കമത്താം. താഴെ കമത്തിയിട്ടിട്ട് ചെയ്യുന്ന മെത്തേഡ് ഞാൻ ജസ്റ്റ് റാൻഡംലി സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്കറിയില്ലായിരുന്നു ഇത് എന്താണ് സംഭവം എന്നൊന്നും. എന്നിട്ട് ഒരു ദിവസം ഈ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ ഇതിങ്ങനെ കയറി വന്നേക്കാണ് ദാറ്റ് ദിസ് ഈസ് എ യോഗ. ഐ ലൈക്ക് വാട്ട്, ദിസ് ഈസ് എ യോഗ. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു യോഗയാണ്. ദാറ്റ് വിൽ ഗിവ് യു ദ ബെസ്റ്റ് തിങ്. എന്താ ഹെയർ ബ്ലഡ് സർക്കുലേഷൻ, ഹെയർ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ ഞാനത് വളരെ റാൻഡംലി സ്റ്റാർട്ട് ചെയ്തതാണ്. ബിക്കോസ് ഭയങ്കര എന്താ പറയുക, നല്ലൊരു സുഖമാണ് ഇങ്ങനെ കമത്തിയിട്ടിട്ട് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ, ആ ഒരു മസാജിങ് ഫീൽ ഭയങ്കരമാണ്. ഇങ്ങനത്തെ ഒരു ടിപ്പുള്ള ബ്രഷ് കൂടെ ആണെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഗുഡ്. നിങ്ങളുടെ സ്കിന്നിൽ എപ്പോഴും റെസിഡ്യൂസ് ഇരിക്കുക, അത് ബേസ് ചെയ്തിട്ട് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവുക, അങ്ങനത്തെ ഒക്കെ വിഷയം ഉണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ്. സെറ്റാഫിൽ ഓയിൽ കൺട്രോളിങ് ഫേസ് വാഷ് ഫോർ സെൻസിറ്റീവ് സ്കിൻ. ഇറ്റ്സ് എ ഫോമിങ് ഫേസ് വാഷ്. ബട്ട് നിങ്ങളുടെ സ്കിൻ അങ്ങനെ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല ആൻഡ് യു വിൽ ഫീൽ ബെസ്റ്റ്. ഐ ജസ്റ്റ് ലവ് ദിസ്. ഇപ്പോൾ തീരാറായി ഏകദേശം, ബിക്കോസ് ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യുന്നു. ഇതാണ് അങ്ങനെ ഒരു ഫോമിങ് ആണിത്. ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ ടു ഗോ ഫോർ വർക്ക്. അപ്പം ഞങ്ങൾക്കൊരു യൂണിഫോം ഒക്കെ ഉണ്ട്, അങ്ങനെ ചുമ്മാ ഒന്നും പോകാൻ പറ്റില്ല. അതുണ്ടോ, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ട് വേണം പോകാൻ. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്, സോറി അതിൻ്റെ പോക്കറ്റാണ്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. സോ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. റെഡി, നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഈ ഫാൻ ഇട്ടേക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാമോ? എനിവേസ്, അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഗ്രൂം ചെയ്യുന്നത്. അപ്പം നമുക്കിങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ സ്കിൻ കെയറും അവിടുത്തെ തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ് വൈൽ ഗ്രൂമിങ്. ഒരു പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് സോ ഗുഡ്. ലൈക്ക് വാനില സ്മെൽ എന്ന് പറയുന്നത് ഇതാണ് വാനില സ്മെൽ ശരിക്കും. വേറെ ഏതൊരു ബ്രാൻഡിൽ നിന്നും ഞാൻ വാനില സ്മെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിസാരയൊക്കെ നല്ലതാണ്. പക്ഷെ സ്റ്റിൽ ഐ ജസ്റ്റ് ലവ് ദിസ്. ദിസ് ഇസ് ദ ബാഗ്. ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന ബാഗ്. ഞാൻ ഇത്ര നാൾ കൊണ്ടുപോയിരുന്നത് വേറൊരു ബാഗായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ദാറ്റ് ഡസൻറ്റ് ഡിസേർവ് ടു ഗോ ഇൻ എ ഡെയിലി ബേസിസ്. കാരണം അതൊരു ഭയങ്കര ഒരു എസ്തറ്റിക് സൂക്കിൻ്റെ ഒരു ബാഗാണ്. സോ എനിക്ക് തോന്നി അത് അങ്ങനെ പോകാനായിട്ട് അത് ഡിസേർവ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാനിങ്ങനെ വണ്ടിയിലൊക്കെ കയറി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് അങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത്. സോ അതിനെ ഞാൻ ഭയങ്കരമായിട്ട് മോശമായിട്ട് ട്രീറ്റ് ചെയ്തു ഒരു മാസത്തേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു കഴുകി തുടച്ചെടുത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു ബാഗ് എൻ്റെ സേവിയറിനായിട്ട് വന്നു. ആൻഡ് ഐ ഓൾസോ ലവ് ദിസ് ബാഗ് കേട്ടോ. ഇതെൻ്റെ ഡെയിലി പാർട്ട്ണറാണ്. ചോറ് കറി, ഇത് ചോറ്റും മാത്രം 2 കറികളുമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ചോറൊക്കെ പൊടിഞ്ഞാണ് ഞാൻ പോകുന്നത്.
ഒടുക്കത്തെ വെയിലാണ് കേട്ടോ, നല്ല വെയിലാണ്. വെയിലാണ്. Let's go. ഞാൻ കടയിൽ വന്നു, പുയു പോലെ ഞാൻ ഷോപ്പിൽ വന്നു. സോ നമുക്ക് ഗ്രൂം ചെയ്യാം. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്.